അമേരിക്കയെ മുഴുവൻ സുരക്ഷിതമായി പൊതിയാനുള്ള സുരക്ഷാ കവചം. അമേരിക്കയുടെ സ്വപ്ന പദ്ധതി ഗോൾഡൻ ഡോം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ത്രിതല മിസൈൽ സംവിധാനത്തിന്റെ ഒരു രൂപരേഖയാണ് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബഹിരാകാശത്ത് മിസൈൽ സ്ഥാപിക്കുന്നതുൾപ്പെടെ പല ഘട്ടങ്ങളായുള്ളതാണ് പദ്ധതി. അതായത് ബഹിരാകാശത്ത് നിന്ന് പോലും ഒരു മിസൈൽ ശത്രുക്കൾ തൊടുത്തുവിട്ടാൽ അതിനെ തകർക്കാൻ കരുത്തുള്ളതാകും ഈ പ്രതിരോധ സംവിധാനം. ആദ്യഘട്ടം 2029 മുൻപ് പൂർത്തിയാക്കാനാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. ഇതിന് പ്രചോദനമായത് ഇസ്രയേലിന്റെ അയൺ ഡോം സംവിധാനമാണ്. അയൺ ഡോം ഇസ്രയേലിന് ചുറ്റും മാത്രമാണെങ്കിൽ ഗോൾഡൻ ഡോം ഭൂമി മുഴുവൻ വ്യാപിക്കുന്ന രീതിയിലുള്ളൊരു പ്രതിരോധ ശൃംഖലയാണ്. ചൈന, റഷ്യ, ഉത്തര കൊറിയ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ മാരകശേഷിയുള്ള മിസൈലുകൾക്കെതിരെ പ്രതിരോധം തീർക്കുക കൂടിയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. 4 പ്രധാന ഘട്ടങ്ങളിൽ ഭീഷണികളെ നേരിടുന്നതിനാണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കരയിൽ നിന്നോ ബഹിരാകാശത്തു നിന്നോ മിസൈലുകൾ വിക്ഷേപിച്ചാലുടൻ അവ ട്രാക്ക് ചെയ്യാനും നിർവീര്യമാക്കാനും ഗോൾഡൻ ഡോമിന് കഴിയും. ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളിൽ നിന്നും മുഴുവൻ യുഎസിനെയും പ്രതിരോധിക്കാൻ കഴിവുള്ള പ്രതിരോധ സംവിധാനമാണ് ഒരുക്കുക. ത്രിതല മിസൈൽ സംവിധാനം എങ്ങനെയാണെന്ന് നോക്കാം. ബഹിരാകാശത്തൊരുങ്ങുക സ്പേസ് ബേസ്ഡ് ഇൻഫ്രാറെഡ് സിസ്റ്റമാണ്. ഗോൾഡൻ ഡോമിന്റെ ഏറ്റവും പുറത്തുള്ള സംവിധാനം ബഹിരാകാശത്ത് സ്ഥിതി ചെയ്യും. ശത്രു മിസൈലുകളെക്കുറിച്ച് ഉപഗ്രഹങ്ങളിലൂടെ അറിഞ്ഞ് ഭൂമിയിലെ റഡാറുകളുമായി ആശയവിനിമയം നടത്തും. കരയിലുള്ള സുരക്ഷ, അതായത് ഗ്രൗണ്ട് ബേസ്ഡ് മിഡ് കോസ്റ്റ് ഡിഫൻസ്. യുഎസിന്റെ പടിഞ്ഞാറൻ തീരത്തൊരുക്കുന്ന മിസൈൽ പ്രതിരോധമാണിത്. ശത്രു മിസൈലുകളെ പാതി ദൂരത്ത് വെച്ച് തന്നെ തകർക്കാനാകും. കടലിലാണെങ്കിൽ ഏജീസ് മിസൈൽ സുരക്ഷയൊരുക്കും. യുദ്ധക്കപ്പലുകളിൽ ഒരുക്കിയിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ഗോൾഡൻ ഡോമിന്റെ ഭാഗമാകും. പ്രതിരോധ ശൃംഖലയിൽ ശത്രുവിന്റെ ഹ്രസ്വ മധ്യദൂര മിസൈലുകൾ തകർക്കാൻ ശേഷിയുള്ള ധാഡ്, ഹ്രസ്വദൂര മിസൈലുകൾ ചെറുക്കാൻ ഉപയോഗിക്കുന്ന പാട്രിയറ്റ് എന്നിവയാണ് ഇതിലെ പ്രധാന മിസൈലുകൾ. ശബ്ദവേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഹൈപ്പർസോണിക് ആയുധങ്ങൾ, ബഹിരാകാശത്ത് നിന്ന് പോർമുന തീർക്കാൻ കഴിയുന്ന ഫ്രാക്ഷണൽ ഓർബിറ്റൽ ബൊംബാർഡ്മെന്റ് സിസ്റ്റങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ ഭീഷണികളെയും നേരിടാൻ കഴിയും വിധമാണ് പ്രതിരോധ സംവിധാനത്തിന്റെ രൂപകൽപ്പന. അമേരിക്കയിലേക്ക് മിസൈലുകൾ വിക്ഷേപിക്കുന്നതിന് മുൻപ് ശത്രുവിന്റെ ബോംബർ വിമാനങ്ങളെ തടയുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇതിന്റെ വിന്യാസം പൂർണ്ണമായി കഴിഞ്ഞാൽ ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ നിന്നും ബഹിരാകാശത്ത് നിന്ന് വിക്ഷേപിച്ചാൽ പോലും മിസൈലുകൾ അമേരിക്കയിൽ പതിക്കാതെ തടയാൻ കഴിയും. പദ്ധതിയുടെ ഭാഗമാകാൻ കാനഡയും താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ പ്രാരംഭ തുകയായി $25 ബില്യൺ, ഏകദേശം 2500 കോടി നീക്കിവെച്ചിട്ടുണ്ട്. എന്നാൽ ചെലവ് ഇതിലും കൂടുമെന്നാണ് പ്രതീക്ഷ. ആകെ ചെലവ് $175 ബില്യൺ, അതായത് 17,500 കോടിയാകുമെന്നാണ് കണക്കുകൂട്ടൽ. US മുൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ പതിറ്റാണ്ടുകൾക്ക് മുൻപ് വിഭാവനം ചെയ്ത പദ്ധതിയുടെ സാക്ഷാത്കാരമായാണ് ഗോൾഡൻ ഡോമിനെ കണക്കാക്കുന്നത്. 1980കളിൽ പദ്ധതിയിട്ട ആ പ്രതിരോധ പദ്ധതിക്ക് സ്റ്റാർ വാർസ് എന്നായിരുന്നു വിളിപ്പേര്. സാങ്കേതികപരമായ പല കാരണങ്ങൾ കൊണ്ട് അത് മുടങ്ങുകയായിരുന്നു. സാങ്കേതിക വിദ്യയിൽ ബഹുദൂരം സഞ്ചരിച്ച് കാലങ്ങൾക്കിപ്പുറം ആ പ്രതിരോധ സംവിധാനം സാക്ഷാത്കരിക്കാനൊരുങ്ങുകയാണ് അമേരിക്ക. അതേസമയം ബഹിരാകാശത്തെ സൈനികവൽക്കരണത്തിൽ പല രാജ്യങ്ങളും ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. AI അധിഷ്ഠിത സൈനിക സാറ്റലൈറ്റുകളുടെ വമ്പൻ വ്യൂഹമാകും US ബഹിരാകാശത്തൊരുക്കുക. ഒപ്പം ലേസർ ആയുധങ്ങളും ബഹിരാകാശത്തേക്ക് എത്തിയേക്കാം. യുഎസിന് താൽപ്പര്യമില്ലാത്ത രാജ്യങ്ങളുടെ സാറ്റലൈറ്റുകൾ തകരാറിലാക്കാൻ ശ്രമിച്ചേക്കാമെന്ന ആശങ്ക പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. മറ്റു രാജ്യങ്ങളും യുഎസിന് സമാനമായി ബഹിരാകാശത്ത് ആയുധവിന്യാസം നടത്തിയാൽ അത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ പോകുന്നത് വലിയൊരു പ്രതിസന്ധിയായിരിക്കും.